അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ചോദ്യം ചോദിക്കാത്ത, സംശയങ്ങളില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത വ്യക്തികളായി ഇവർ ഓരോ വിശ്വാസിയെയും മാറ്റിയെടുക്കുന്നു. പിന്നീട് ഇവർ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ തന്നെ അറിവിൽ, നിങ്ങളുടെ സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ യേശു ക്രിസ്തുവിനായിട്ട് കംപ്ലീറ്റ്ലി എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക, ദൈവഹിതം നിങ്ങളിൽ നിറവേറട്ടെ. അതുകൊണ്ട് തന്നെ ഇവർ എക്സ്ട്രീംലി ബയാസ്ഡ് ആയിട്ടാണ് ഇവർ വ്യക്തികളെയോ ഇൻഫർമേഷനെയോ എഡ്യൂക്കേഷനെയോ എന്ത് കാര്യത്തെയും സമീപിക്കുന്നത് ഈ ഒരു ബയാസ് വെച്ചിട്ടാണ്. ആദ്യം ഈ ഒരു വിശ്വാസത്തിനെ എടുത്ത് മുന്നിൽ വെക്കും. ഈ വിശ്വാസത്തിന് സപ്പോർട്ടീവായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ വരുവാണെങ്കിൽ മാത്രം എടുക്കും. താനൊരു വ്യക്തിയാണെന്നതിലുപരി നമ്മുടെ ഐഡൻറ്റിറ്റി, ആളുകളെല്ലാം നിന്നിലേക്ക് നോക്കുന്നത് നീ ഒരു പെന്തക്കോസ്തുകാരനാണ്, ആ ഒരു കണ്ണിലാണ് ലോകം നിന്നെ വീക്ഷിക്കുന്നത് എന്നൊരു കാര്യം ഇവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കും. മൊണ്ണകളെ സൃഷ്ടിക്കുന്ന പെന്തക്കോസ്ത് എന്നൊരു ക്യാപ്ഷൻ തംബ്നെയിലിൽ കണ്ടിട്ടായിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ഒരു വീഡിയോ കാണുന്നത്. ഈ കാണുന്നതിലെ മെജോറിറ്റി ഓഫ് ആൾക്കാരും ട്രിഗേർഡായിട്ടായിരിക്കും ഇത് കാണുന്നത് എന്നും എനിക്ക് ഉറപ്പുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു ട്രിഗർ ഫാക്ടർ കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ച് കഴിയുമെങ്കിൽ അനാലിറ്റിക്കലായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസികളെ മൊണ്ണകൾ എന്ന് പറഞ്ഞത് എന്ന് പറയാം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന കാര്യത്തിൽ ഏതൊരു മതവിശ്വാസിക്കും ഒരു എതിരഭിപ്രായമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ സാമൂഹിക ജീവിയായിട്ടിരിക്കുന്ന മനുഷ്യൻ ജാതി, മതം, വർണ്ണം എന്നുള്ള ഏത് വിവേചനങ്ങൾക്കപ്പുറവും സമൂഹത്തിൽ മറ്റൊരു മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരപ്രദമായ രീതിയിൽ ഒരു യൂസ്ഫുൾ റിസോഴ്സായി ഇരിക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മെജോറിറ്റി ഓഫ് പെന്തക്കോസ്റ്റൽ വിശ്വാസികളും ഈ സമൂഹത്തിൽ ഒരു യൂസ്ലെസ് റിസോഴ്സ് ആണ് എന്ന തിരിച്ചറിവാണ് ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസികളെ മൊണ്ണകൾ എന്ന് പറയുവാൻ ഇടയാക്കിയത്. എന്തായാലും ഒരു ബേസ്ലെസ് ക്ലെയിം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സമൂഹത്തിൽ ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസികൾ ഒരു യൂസ്ലെസ് റിസോഴ്സായി മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, ഒരു പെന്തക്കോസ്ത് വിശ്വാസിയെ ഇവരെങ്ങനെ കണ്ടീഷൻ ചെയ്ത് രൂപപ്പെടുത്തി എടുക്കുന്നു എന്നുള്ളതും ആ ഒരു കണ്ടീഷനിങ് നിലനിർത്താനായി ഇവർ ഐസൊലേഷനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ്. ഈ കണ്ടീഷനിങ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി നടക്കാറുള്ളത് ഇതിൽ തന്നെ ജനിച്ച് വളരുന്ന, എൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ്. ഇവർ ജനിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് മറ്റുള്ള സൊസൈറ്റീസുമായിട്ടൊക്കെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആകുന്നതിന് മുമ്പ്, സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ്, വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇവരെ സൺഡേ സ്കൂളിൽ കൊണ്ടാക്കാറുണ്ട്. ഈ സൺഡേ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഇവരുടെ ഈ ഒരു വിശ്വാസ പ്രമാണങ്ങളും ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ഇവരുടെ വിശ്വാസങ്ങളും ഇവരുടെ ഈ ബൈബിളും അതിലെ എല്ലാ കഥകളും ഇവരുടെ തലയിലേക്ക് പൂർണ്ണമായും അടിച്ചേൽപ്പിച്ചു കൊടുക്കും. കൃത്യമായി ഈ ഒരു വിശ്വാസം ഇവരുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ചു എന്നിവർക്ക് ഉറപ്പായതിനു ശേഷം അടുത്തതായി ഇവർ ചെയ്യുന്നതാണ് ഇവരുടെ ചോദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനിങ് മെൻറ്റാലിറ്റിയെ ഇല്ലാതാക്കുക, ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മിനിമം 100 മുതൽ 300 ചോദ്യങ്ങൾ വരെ അയാൾ ചോദിച്ചിരിക്കും. ഇത് പ്രായത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു മിനിമം 100 ചോദ്യം എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഈ ഒരു വിശ്വാസം അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഇവരുടെ വിശ്വാസത്തിനെ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല, അതിൽ തന്നെ അന്ധമായി വിശ്വസിക്കുന്നു. അതിനു പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയി ഇവരുടെ വിശ്വാസത്തിനൊരു കോട്ടം തട്ടരുത് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇവർ ചോദ്യം ചോദിക്കുക എന്നുള്ളതിനെ ഏറ്റവും വലിയ പാപമായി സൃഷ്ടിച്ച് ഇവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. ദൈവത്തിനെ ചോദ്യം ചെയ്തുകൂടാ, ദൈവത്തിൻ്റെ അഭിഷക്തനായ പാസ്റ്ററിനെ ചോദ്യം ചെയ്തുകൂടാ. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവണം, സംശയം ഉണ്ടാവണമെങ്കിൽ ചിന്തകൾ ഉണ്ടാവണം. അപ്പോൾ വളരെ ബേസിക്കലി ചോദ്യം ചോദിക്കരുത് എന്ന ഒരു ഇൻസ്ട്രക്ഷനിൽ കൂടെ അവരുടെ ചിന്താശേഷിയെ ഏറ്റവും ആദ്യം ഇവർ മുരടിപ്പിച്ച് കളയുന്നു. അപ്പോൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ചോദ്യം ചോദിക്കാത്ത, സംശയങ്ങളില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത വ്യക്തികളായി ഇവർ ഓരോ വിശ്വാസിയെയും മാറ്റിയെടുക്കുന്നു. അപ്പോൾ തന്നെയും ഇവർക്ക് പുറത്തെ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിന്താശേഷി കൂടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട് എന്നിവർക്ക് ഉറപ്പാണ്. അതില്ലാതാക്കാനായിട്ടാണ് ഇവർ ഐസൊലേഷൻ, ഈ ഒരു വേർപാട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നത്. ഇവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വർഗമാണ്, ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്ന ഏതൊരാളും, അത് നിങ്ങളുടെ അപ്പനോ അമ്മയോ ആയിക്കോട്ടെ, ഇതേ ഒരു വിശ്വാസത്തിലല്ലെങ്കിൽ അവർ ജാതികളാണ്, അവർ പാപികളാണ്, അവരുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും വേണ്ട, വേർപാട് പാലിക്കണം, നിങ്ങൾ എപ്പോഴും അവരെ വേർതിരിച്ച് മാറ്റി നിർത്തണം എന്നൊരു ഐഡിയ ഇവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കും. നമ്മൾ വേർപെട്ട ജനമാണ്. ഇതിലൂടെ മറ്റുള്ള ഐഡിയാസും മറ്റുള്ള പെർസ്പെക്റ്റീവ്സും ചിന്തകളും നമ്മളിലേക്ക് എത്തില്ല എന്നിവർ ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം പലയധികം കാര്യങ്ങളെയും ഇവർ ഐസൊലേറ്റ് ചെയ്തു മാറ്റി പാപമാക്കി
കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അയാൾ ജനിച്ചു വളരുമ്പോൾ അയാൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏറ്റവും ബേസിക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. അതിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ വരും, ഇപ്പോൾ സംഗീതം, സിനിമകൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. പിന്നീട് സ്പോർട്സ്, ഇപ്പോൾ നിങ്ങളൊരു ബോഡി ബിൽഡിംഗ് കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അവരെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്വന്തം ശരീരത്തെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത്. ഇനി ഇത് മാത്രമല്ലാതെ വളരെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ് പോലും ഇവർ പാപമാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രേമം, സ്നേഹം, ലവ് എന്നൊക്കെ പറയുന്നത് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പാപമാണ്. നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാപമായി ഇവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പല പാറ്റേൺസും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്, പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻസിനെയും ഐഡിയയും ഒക്കെ ഐസൊലേറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ പല പാപങ്ങളും, ഇപ്പം അതിൽ സിനിമകളെ, ലിറ്ററേച്ചർ, ബുക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചിന്താധാരകൾ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെയെല്ലാം പാപമായി ആദ്യമേ മാറ്റി നിർത്തും. രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷം പകരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതിൽ വരുന്നതാണ് ഈ സംഗീതം, സ്പോർട്സ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഒരു ഹോബിയായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷം പകരുന്നത്. പല സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസവും സമാധാനവും കാര്യങ്ങളും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. അപ്പം നിങ്ങളുടെ ഫീലിങ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ കാര്യങ്ങളെയും അവർ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഒരേ ഒരു പിടിവള്ളി ദൈവത്തിൽ ആക്കി വെക്കണം. അതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്ത് സെൻസ് ഓഫ് ഫീലിങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം അത് ത്രൂവേ അനുഭവിക്കാവൂ എന്നിവർക്ക് നിർബന്ധമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതേപോലെയുള്ള കാര്യങ്ങളെയും ഇവർ പാപമായി കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. കൃത്യമായ കണ്ടീഷനിങ്ങിലൂടെയും ഐസൊലേഷനിലൂടെയും ഇവരെന്താണ് വിശ്വാസികളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാനുള്ള കഴിവിനെ ഇല്ലാതാകുന്നതോടുകൂടി നിങ്ങളുടെ ചിന്താശേഷിയെ മുരടിപ്പിക്കുന്നു. നിങ്ങളിലേക്കുള്ള ഇൻഫർമേഷൻസിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നതോടുകൂടി നിങ്ങൾക്ക് മറ്റുള്ള പെർസ്പെക്റ്റീവുകളെ അറിയാനുള്ള സോഴ്സിനെ അടയ്ക്കുന്നു. വളരെ ബേസിക്കലി കൂട്ടിലിട്ട തത്തകളെ പോലെ, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം കഴിവുള്ള, കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യാൻ മാത്രം കഴിയുന്ന അടിമകൾ എന്നതിനപ്പുറത്തേക്ക് ഓട്ടോണമസ് ആയിട്ട് ജീവിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാകാനുള്ള നിങ്ങളുടെ അവസരത്തിനെ ഇവർ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് കളയുന്നു. ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത, ഇൻ്റലക്ച്വലി യാതൊരുവിധ ഗ്രോത്തും ഇല്ലാത്ത കുറേ മൊണ്ണകളായി നിങ്ങളെ മാറ്റിയിട്ട് ഈ ഒരു ലോകത്തിനകത്ത് തന്നെ പാരലൽ വേൾഡ് സൃഷ്ടിച്ച് അതിനെ റിയാലിറ്റി ആക്കി കാണിച്ചുകൊണ്ട് അതിനകത്ത് ജീവിപ്പിക്കുകയാണ് നിങ്ങളെ. ഇങ്ങനത്തെ ഒരു അപ്ബ്രിങ്ങിങ് കിട്ടിയ വ്യക്തിക്ക് ലോകത്തെ ബൈനറിയായി അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റായി മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലേ ലോകം നിലനിൽക്കുന്നുള്ളൂ: ശരി, തെറ്റ്, നല്ലത്, മോശം, രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടാത്തവർ. ഈ തലത്തിൽ രണ്ടായി മാത്രം അവർ ലോകത്തെ തരംതിരിച്ച് കാണുകയും ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്രേ ഏരിയ ഉണ്ട്. ലോകം മേജർലി വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ഗ്രേ ഏരിയയിലാണ് എന്ന് ഇവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. ജീവിതത്തിൽ അൺസർട്ടനിറ്റീസ് വരിക, അറിവില്ലാത്ത കാര്യങ്ങൾ വരിക, പ്രോബബിൾ അല്ലാത്ത കാര്യങ്ങൾ വരിക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ സാധിക്കാത്തതുപോലെയാണ്. അതുപോലെയാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുത്ത് ജീവിതത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബിഹേവിയർ വളർത്തിയെടുക്കാനായിട്ട് ഇവരുടെ പാസ്റ്റർമാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, ജീവിതത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് പറയുന്നത് സാത്താൻ നിങ്ങളുടെ ആത്മീയത്തിൽ നിന്നും വീഴ്ത്തിക്കളയാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഇവരെപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങളുടെ തന്നെ അറിവിൽ, നിങ്ങളുടെ സ്വന്തം ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ യേശുക്രിസ്തുവിനായിട്ട് കംപ്ലീറ്റ്ലി എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക, ദൈവഹിതം നിങ്ങളിൽ നിറവേറട്ടെ. അതുവഴി നിങ്ങളുടെ ഒരു ഓട്ടോണമി ഇല്ലാതാക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള, സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവിനെ കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കി യേശുക്രിസ്തു തരുന്നതും യേശുക്രിസ്തു തരാത്തതും എന്ന രീതിയിലേക്ക് കാറ്റഗറൈസ് ചെയ്ത് നിങ്ങളെ ബൈനറി ജീവിതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി അവർ തള്ളിവിടുകയാണ്. ഇതിലൂടെ അവർ മീൻ ചെയ്യുന്നത് നിങ്ങളെ ഒരിക്കലും ചിന്തിക്കാൻ പ്രാപ്തരാക്കാതിരിക്കുക, എപ്പോഴും ദൈവഹിതം ദൈവഹിതം ദൈവഹിതം. നിങ്ങളുടെ ജീവിതത്തിൽ ആകെ രണ്ട് തരത്തിലെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ: ഒന്ന് ദൈവം അനുവദിച്ചതും ഒന്ന് ദൈവം അനുവദിക്കാത്തതും. നിങ്ങൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദൈവം അനുവദിക്കാത്തതിനെ പലതിനെയും നിങ്ങൾക്ക് ദൈവം അനുവദിച്ച തലത്തിലേക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ അവിടെ നിങ്ങളുടെ തലമണ്ട വർക്ക് ചെയ്യാൻ തുടങ്ങും, അവിടെ നിങ്ങൾ സ്വയമേ ചിന്തിക്കാൻ തുടങ്ങും. പയ്യെ നിങ്ങൾ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് മാത്രമാണ് ഇവരെപ്പോഴും ചിന്താശേഷിയെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ അതിനെ മുരടിപ്പിച്ച് അതിനെ പാപമാക്കി വെച്ചുകൊണ്ട് ഈ ഒരു ബൈനറി മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നത്. ഈ ബൈനറി മൈൻഡ് സെറ്റ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ
അനലൈസ് ചെയ്യാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ തന്നെ പേടിയായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതുമാത്രമല്ലാതെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും മോശമായിരിക്കും. കാരണം അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ശീലമില്ല. നിങ്ങൾ സ്വന്തമായി ചിന്തിക്കരുത്, നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ ആൾക്കാർക്ക് എങ്ങനെ സ്വന്തമായി വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും? നിങ്ങളവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും ദൈവഹിതം നിറവേറാനായിട്ട്. അവസാനം ടൈം എത്തുമ്പോൾ, എല്ലാത്തിനും ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ടൈം ലൈൻ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നോ അതിനെ നിങ്ങൾ ദൈവഹിതം എന്ന് പറഞ്ഞ് തന്നെത്താൻ പറഞ്ഞ് ആശ്രയിക്കും എന്നല്ലാതെ നിങ്ങൾ അതിനായിട്ട് ഒരിക്കലും പണിപ്പെടാൻ സഹായിക്കത്തില്ല. അടുത്തതായി പാസ്റ്റർമാർ വിശ്വാസികളെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളുകളാണ്. അവരെ നിന്ദിക്കുക, അപമാനിക്കുക, പരിഹസിക്കുക. ഈ വഴികളിലൂടെയാണ് ഇവരെ എഫക്റ്റീവായി ഇവർ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പോരായ്മകളെയും നിങ്ങളുടെ ആത്മീയ ജീവിതവുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ പോരായ്മകൾ കൊണ്ടാണ് നിങ്ങളിൽ ഈ ഒരു പിഴവുണ്ടായത് എന്ന് നിങ്ങളെ പറഞ്ഞ് ഇവർ കൺവിൻസ് ചെയ്യും. ഇതിലൂടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ തോറ്റതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ കോർ റീസൺ, മൂല കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിൻ്റെ അപ്പുറം അതിനു പകരം നിങ്ങൾ ഈ ഒരു പാസ്റ്ററിൻ്റെ അടുക്കെ കണ്ട് ഈ കാര്യം സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നത്, മോനെ നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പോരായ്മകളും ന്യൂനതകളും കാരണമാണ് നീ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്, നീ ദൈവത്തിനോട് കുറച്ചുകൂടെ ഒന്ന് അടുത്തേ, അപ്പോൾ എല്ലാം ശരിയാകും. ഇപ്പോൾ ഈ മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ പഠിക്കുന്ന പലർക്കും അറിയായിരിക്കും, നമ്മൾ ഈ ഒരു മൂല കാരണം, കോർ റീസൺ കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു 5 why എന്നുള്ളത്. ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു, എന്തുകൊണ്ട് തോറ്റു? ഞാൻ കൃത്യമായി പഠിച്ചില്ല, എന്തുകൊണ്ട് പഠിച്ചില്ല? എനിക്ക് ആവശ്യത്തിന് സമയം കിട്ടിയില്ല, എന്തുകൊണ്ട് സമയം കിട്ടിയില്ല? ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തില്ല, ഞാൻ അധിക സമയം കളിക്കാനായി വിനിയോഗിച്ചു, ഞാൻ പഠിക്കാനുള്ള കാര്യങ്ങൾ നീട്ടി വെച്ച് അങ്ങനെ ലേറ്റായിപ്പോയി. അങ്ങനെ വൈ 5 whys എന്നാണ് അതിന് പറയുന്നത്. അപ്പം ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ അടുത്തൊരു കാരണം കിട്ടും, ആ കാരണം എന്തുകൊണ്ടുണ്ടായി, അങ്ങനെ ചോദിച്ച് അവസാനം നിങ്ങൾ ആ ഒരു മൂല കാരണത്തിലെത്തും. ഇതിന് പകരം നിങ്ങൾ ദൈവത്തെ നോക്കി കൈയടിച്ച് പാട്ടും പാടി സ്തോത്രവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം ദൈവം വന്ന് ഇങ്ങനെ തൂത്തെടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല. കുത്തിയിരുന്ന് കാരണങ്ങൾ കണ്ടുപിടിക്കണം, തല പുകയ്ക്കണം. ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ബ്രെയിനിനെയൊക്കെ വർക്ക് ചെയ്യുക, എനർജി നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിപരമായ രീതിയിൽ, ശരിയായ രീതിയിൽ അതിൻ്റെ കാരണത്തെ കണ്ടുപിടിച്ച് ആ കാരണത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം എങ്ങും അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു സൊല്യൂഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ പ്രശ്നത്തിനെ ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കാതെ നിങ്ങൾ പിന്നെയും ആ ഒരു പ്രശ്നത്തിനെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു മൂല കാരണത്തിനെ കണ്ടുപിടിക്കുന്നതിന് പകരം ആത്മീയതയുടെ ഉച്ചകോടിയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വീണ്ടും തോറ്റുകൊണ്ടേയിരിക്കും. അവസാനം ഈ തോൽവിയുമായി ജീവിക്കാൻ അവർ പരുവപ്പെട്ട് കഴിയും. അതാണ് അവർക്ക് മെജോറിറ്റി ഓഫ് ടൈമും സംഭവിക്കാറുള്ളത്. അടുത്തതായി വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ ഈ ഒരു സാമൂഹിക അടിമത്തം. ഒരു കുട്ടിയായിരിക്കെ ഞാൻ തന്നെ കേട്ടു വളർന്നിട്ടുള്ള, പെന്തക്കോസ്തിലുള്ള എല്ലാ വ്യക്തികളും കേട്ടു വളർന്നിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ പെന്തക്കോസ്തുകാരാണ്. താനൊരു വ്യക്തിയാണെന്നതിലുപരി നമ്മുടെ ഐഡൻറ്റിറ്റി, ആളുകളെല്ലാം നിന്നിലേക്ക് നോക്കുന്നത് നീ ഒരു പെന്തക്കോസ്തുകാരനാണ്, ആ ഒരു കണ്ണിലാണ് ലോകം നിന്നെ വീക്ഷിക്കുന്നത് എന്നൊരു കാര്യം ഇവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു വ്യക്തി എന്നതിലുപരി, ഒരു എൻജിനീയർ എന്നതിലുപരി, അല്ലെങ്കിൽ ഒരു പിതാവ് അല്ലെങ്കിൽ മകൻ എന്നതിലെല്ലാം ഉപരി ഒരു പെന്തക്കോസ്തുകാരനാണ്, ഒരു പെന്തക്കോസ്ത് മനുഷ്യനാണ്, ഒരു പെന്തക്കോസ്ത് എൻജിനീയറാണ്, ഒരു പെന്തക്കോസ്ത് പിതാവാണ്. ഇങ്ങനെയാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. എല്ലാത്തിനും മുൻപിൽ അയാളുടെ ഈ ഒരു വിശ്വാസം. ഇത് മാത്രമല്ലാതെ മുൻപ് പറഞ്ഞ ഐസൊലേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ എപ്പോഴും ഈ ഒരു കൂട്ടക്കാരുടെ, പെന്തക്കോസ്തുകാരുടെ മാത്രം ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത് കാരണം നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ ഇത് മാത്രമായി മാറും. ഈ ലവ് ബേർഡ്സിനെ എല്ലാം ഒരു കൂട്ടിൽ അടച്ചിട്ട് കഴിയുമ്പോൾ ആ കൂടിനുള്ളിലാണ് ലോകം എന്ന് പറയുന്ന പൊട്ടക്കിണറ്റിലെ തവളകളായി മാറാറുണ്ട്. ഇതിൻ്റെ എല്ലാം പരിണിതഫലമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്, എക്സ്ട്രീം ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഞാൻ ആത്മീയനാണോ, ലൗകികനാണോ, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, ഞാൻ ഈ പുറമേ കാണിക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഞാൻ, അതോ ഉള്ളിലിരിക്കുന്ന ഞാൻ തന്നെയാണോ, അങ്ങനെ പലതരത്തിലുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാത്ത
ഒരു സിറ്റുവേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമതായി, ഈ ഒരു എക്സ്ട്രീം ഐസൊലേഷൻ കാരണം, നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രം ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചത് കാരണം ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പുറത്തു പോയ വ്യക്തികളെ ഇവരെങ്ങനെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഭീകരമായിട്ടാണ് അവരെ ഒറ്റപ്പെടുത്തുന്നത്, അവരെക്കുറിച്ച് ഇതിനകത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ പറയുന്ന വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഇത് കണ്ടാണ് വളർന്നത്. ഒരാൾ ഇത് വിട്ടുപോയി, നിങ്ങൾ തന്നെ അവരെ നികൃഷ്ട ജീവികളായിട്ട് കണ്ടാണ് വന്നത്. ഒരാൾ പിന്മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ എന്തോ ഏറ്റവും വലിയ വൃത്തികെട്ടവൻ, ലോകത്തിലെ ഏറ്റവും വലിയ നാറി എന്ന് തന്നെയാണ് നിങ്ങൾ കണ്ട് ശീലിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പേടിയായി മാറും. ഈവൻ ഒരു സമയത്ത് നിങ്ങൾ തിരിച്ചറിയുകയാണ് ഇതെല്ലാം ഉടായിപ്പാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ. കാരണം പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സോഷ്യൽ സർക്കിൾ ഇല്ല. നിങ്ങളുടെ ലോകം ഇതാണ്. ഞാനീ പറഞ്ഞു വിട്ട് ആ ഒരു പാരലൽ വേൾഡിലാണ് നിങ്ങൾ ജീവിച്ചത്. ആ പാരലൽ വേൾഡിന് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആ ഒരു ഒറ്റപ്പെടൽ പേടിച്ച് പല ആൾക്കാരും ഇതിൽ പെട്ടുപോകും. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇവർ സയൻസിനെ സമീപിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. ഞങ്ങളുടെ പുസ്തകത്തിന് ദോഷം തട്ടാത്ത, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ഞാൻ കേട്ട് പഠിച്ച കാര്യങ്ങൾക്ക് ഒപ്പോസിംഗ് ആയിട്ട് വരാത്ത സയൻസിലെ എല്ലാ കാര്യങ്ങളെയും ഇവർ യാതൊരുവിധ മടിയും കൂടാതെ അംഗീകരിക്കുകയും, ഇനി നേരെ മറിച്ച് എത്രത്തോളം തെളിവുകളുണ്ടെങ്കിലും ഇവരുടെ കൺമുൻപിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ സാധനമാണ് ശരി എന്ന് പറഞ്ഞാലും ഇവരുടെ വിശ്വാസത്തിന് എതിരായിട്ടാണ് ആ ഒരു സാധനം പറയുന്നതെങ്കിൽ ഇവർ ചത്താലും ആ കാര്യത്തിനെ അംഗീകരിക്കത്തില്ല. അപ്പോൾ സെലക്റ്റീവ്ലി ഫാക്ച്വലായിട്ടാണ് ഇവർ സയൻസിനെ സമീപിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടാത്തതെല്ലാം ഫാക്ട്സും, എൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിക്കുന്ന, എൻ്റെ ചിന്താശേഷിക്ക് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ബോഷ്കും മണ്ടത്തരവുമായി മാറും. ഇതിലൂടെ വരുന്ന പ്രശ്നം, ഇവരുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യം അത് ഫാക്റ്റ് ആണെങ്കിലും പ്രൂവ്ഡ് ആണെങ്കിലും എവിഡൻസ് ബേസ്ഡ് ആണെങ്കിലും ഇവരുടെ അടുത്തേക്ക് ഒരാൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും പോയി ഇവർക്ക് പഠിക്കുന്ന സമയത്ത് അത് പഠിക്കേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ വളരെ ബേസിക് ഒരു എക്സാമ്പിൾ എവല്യൂഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും പുച്ഛമാണ്, തീരാത്ത പുച്ഛമാണ്. അവരിപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇവർ പറയുന്നത് അതൊന്നും യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം തമ്പുരാൻ ഇങ്ങനെ മണ്ണ് കുഴച്ച് സ്വന്തം സ്വരൂപത്തിൽ ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ഊതിയപ്പോഴാണ് മനുഷ്യനുണ്ടായത്. അപ്പോൾ അവർക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ കഥാപുസ്തകം പൊളിയും. അതുകൊണ്ട് ഒരു കാരണവശാലും ആ സാധനങ്ങളെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ എക്സ്ട്രീംലി ബയാസ്ഡ് ആയിട്ടാണ് ഇവർ വ്യക്തികളെയോ ഇൻഫർമേഷനെയോ എഡ്യൂക്കേഷനെയോ എന്ത് കാര്യത്തെയും സമീപിക്കുന്നത് ഈ ഒരു ബയാസ് വെച്ചിട്ടാണ്. ആദ്യം ഈ ഒരു വിശ്വാസത്തിനെ എടുത്ത് മുന്നിൽ വെക്കും. ഈ വിശ്വാസത്തിന് സപ്പോർട്ടീവായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ വരുവാണെങ്കിൽ മാത്രം എടുക്കും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നതെങ്കിൽ അത് എത്ര നല്ലതാണെങ്കിലും അത് എത്ര പോസിറ്റീവ് ആണെങ്കിലും എത്ര എവിഡൻസ് ഉണ്ടെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവരൊരിക്കലും അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇവർക്കൊരിക്കലും എക്സ്പൊണൻഷ്യലി തിങ്ക് ചെയ്യാൻ, വളരെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുവാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ സാധിക്കില്ല. അടുത്തതായിട്ട് ഇവർ ആ ഒരു പൊട്ടക്കിണറ്റിൽ തന്നെ കിടക്കുന്നതല്ല, ചെയ്ത തെറ്റുകൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതല്ലാതെ അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്തി അതിനെ പരിഹരിച്ച് ടു ആൻ എക്സലൻസ്, ഏറ്റവും മികച്ച ഒരു പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായി ഈ ഒരു സോഷ്യൽ ഐസൊലേറ്റഡ് സർക്കിളിൽ നിൽക്കുന്നതുകൊണ്ട് പാപങ്ങളുടെ കൂട്ടത്തിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ അതിനപ്പുറത്തേക്കുള്ള വലിയൊരു ലോകത്തിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഒന്നും അറിയാനോ എക്സ്പ്ലോർ ചെയ്യാനോ സമ്മതിക്കാത്തത് കാരണം ആ ഒരു ഇട്ടാവട്ടത്തിലെ പ്രമുഖന്മാരായി മാത്രം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നേഴ്സുമാരും എഞ്ചിനീയർമാരുമാണ്. ബൈ ഡിഫോൾട്ട് ഒരു പെന്തക്കോസ്ത് ഫാമിലിയിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ 99.99% സാധ്യതയും ആ കുട്ടി ഒരു നേഴ്സ് ആവാനാണ്. പിന്നീട് വരുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവർക്ക് സ്വന്തമായി ചിന്തിക്കുക, അതിൽ നിന്ന് അവരൊരു ഐഡിയാസ് ജനറേറ്റ് ചെയ്തെടുക്കുക, അതിൽ നിന്ന് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡിസിഷൻ ഉണ്ടാക്കുക. ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഏറ്റവും ഫ്ലോപ്പാണ് ഇവർ. വളരെ ബേസിക്കലി ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററിൻ്റെ അടിമ കുഞ്ഞാട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമല്ല ഒരു പെന്തക്കോസ്തുകാരൻ. അപ്പോൾ ഇത്രയും കാരണങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാനോ പുതുതായിട്ട് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനോ സാധിക്കത്തില്ല. കാരണം ഈ പൊട്ടക്കിണറ്റിലെ തവളകളായി കിടക്കുന്നിടത്തോളം കാലം ആ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യാനേ ഇവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അതിന് പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും സംഭാവനകൾ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് നോക്കിയിട്ടാണ്. ആ ഒരു കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഇതാണ് കസ്റ്റമറിന് വേണ്ടിയത് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം
ഇൻട്രാക്ട് ചെയ്യുക. ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട്, നിങ്ങളുടെ പുറത്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുമായിട്ടൊരു ഇൻട്രാക്ഷൻ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു സൊസൈറ്റിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നെ കണ്ണും പൂട്ടി ചീത്ത വിളിക്കാനും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വിഡ്ഢിത്തരവും മണ്ടത്തരവുമാണ് എന്ന് കമൻറ്റ് ചെയ്യാനായിട്ടായിരിക്കും മെജോറിറ്റി ഓഫ് പെന്തക്കോസ്തുകാരും ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ. അവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഈ ഒരു 100 വർഷം 120 വർഷത്തെ പാരമ്പര്യം പറയാറുണ്ട്. അതുമാത്രമല്ലാതെ ലോകമെമ്പാടും ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികളും ലക്ഷക്കണക്കിന് വിശ്വാസ ഭവനങ്ങളും ഉണ്ടെന്നൊക്കെ വളരെ പ്രൗഡായിട്ട് പറയാറുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള നിങ്ങളിൽ നിന്ന് 120 വർഷം അല്ലെങ്കിൽ 100 വർഷം പോട്ടെ, 100 വർഷം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പറയണം. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനികളെ എല്ലാം ഒരേ കുടക്കീഴിലാക്കിയിട്ട് അവരുടെ ക്രെഡിറ്റ് എല്ലാം നമ്മുടേതാക്കിയിട്ട് അത് ഞങ്ങളുടേതാണെന്ന് പറയാൻ നിൽക്കാതെ, പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ ഉൽപ്പന്നങ്ങളായ എത്ര ഇൻ്റലക്ച്വൽസ് ഈ ലോകത്തുണ്ട്, അല്ലെങ്കിൽ എത്ര സയൻറ്റിസ്റ്റ് ഉണ്ട്, പുതുതായി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന വ്യക്തികൾ, ഇതുവരെ ഇല്ലാത്തതിന് അല്ലാതെ, ഇപ്പോൾ ഒരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അയാൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെ കാണാതെ പഠിച്ച് എഴുതി ജയിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നത് മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു ഡോക്ടറായിരിക്കുക എന്നതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത് ആർക്കും സാധിക്കുന്നതാണ്. ആ ഒരു തൊഴിലിനെ ഞാൻ മോശമായി കണ്ടു എന്നൊരിക്കലും പറയരുത്. ഞാൻ ആ പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ ഇതിലും കൂടുതൽ പെർഫോം ചെയ്യേണ്ടവരാണ്. നിങ്ങളെ അണ്ടർ പൊട്ടൻഷ്യലാക്കി വെക്കുന്നത് ഇങ്ങനെ കുറേ വിശ്വാസങ്ങൾ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചും നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കരുത്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. യു ആർ നെവർ ഇനഫ്, നിങ്ങൾ ഒരിക്കലും ബെറ്റർ അല്ല, നിങ്ങൾ നല്ലൊരു വ്യക്തികളല്ല എന്ന് അടിച്ചേൽപ്പിച്ച് പറഞ്ഞ് അത് കാണാതെ പഠിപ്പിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾക്ക് പുറത്തെടുക്കാനോ അതിനെ റിയലൈസ് ചെയ്യാനോ അതിനെ ബെറ്റർ ആക്കാനോ സഹായിക്കാതെ ആ പൊട്ടൻഷ്യലുകളെ എല്ലാം എപ്പോഴും സപ്രസ് ചെയ്ത് വെച്ച് ഒരു അടിമകളാക്കിയാണ് നിങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ കുറവേ അല്ല. നിങ്ങളുടെ തലയിൽ ഇട്ട് തന്ന ഈ അടിച്ചേൽപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം അടിച്ചേൽപ്പിച്ച പാസ്റ്റർമാർ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചതാണ്. ഇതുകൊണ്ട് തന്നെയാണ് മൊണ്ണകളെ സൃഷ്ടിക്കുന്ന പെന്തക്കോസ്ത് എന്ന് ഞാൻ കൃത്യമായും സബ്ടൈറ്റിലിൽ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും ഈ ഒരു വീഡിയോയ്ക്ക് ഇതിലും അനുയോജ്യമായ ഒരു ടൈറ്റിൽ എനിക്ക് വേറെ കൊടുക്കാനില്ല. കാരണം ഇതാണ് യാഥാർത്ഥ്യം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഓൺ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ സഫർ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും മേജർ ഒരു കോർ റീസൺ ഇത് തന്നെയാണ്. മേജർ, ഒരു സാധാരണ ഒരു റീസൺ അല്ല, മേജർ മോസ്റ്റ് ഓഫ് ദ പാർട്ട് വഹിക്കുന്നത് ഈ ഒരു പെന്തക്കോസ്ത് എന്ന അന്ധവിശ്വാസം തന്നെയാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നിശിദ്ധമായി ഈ ഒരു വിശ്വാസത്തെ എതിർക്കുന്നത്. നിങ്ങളെ ഒരു മായാലോകത്ത് തള്ളിവിട്ടിട്ട് നിങ്ങളുടെ കാശും പറ്റി വളരെ സുഖലോലുപതയിൽ ജീവിക്കുകയാണ് ഈ പാസ്റ്റർമാരെന്ന് പറയുന്ന വർഗം. ചിന്താശേഷിക്ക് മുകളിൽ അനുസരണത്തിന് വില കൽപ്പിക്കുന്ന ഏതൊരു ഐഡിയോളജി ആയിക്കോട്ടെ, ഏതൊരു വിശ്വാസം ആയിക്കോട്ടെ, അത് ഒരിക്കലും പേഴ്സണലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ വളരുവാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിക്ക് യൂസ്ലെസ് ആയിട്ടുള്ള ഒരു റിസോഴ്സായി മാറി മൊണ്ണകളാകാൻ മാത്രമേ നിങ്ങളെ അവർ പ്രാപ്തരാക്കി എടുക്കുകയുള്ളൂ. ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുക. എന്തിനേയും നിഷിദ്ധമായി ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യലിനെ ഭയക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, ഉറപ്പിച്ചു പറയാം, ആ ഒരു ദൈവം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വെറും സ്ഥിരതയില്ലാത്ത, യാതൊരുവിധ ബേസും ഇല്ലാത്ത ഒരു കെട്ടുകഥ മാത്രമാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.